വിശ്രമം എന്ന വാക്കിന് ശ്രേഷ്ഠമായ ഒരർത്ഥമുണ്ട്. അതേ സ്ഥാനത്ത് അതിന് ന്യൂനത കൽപ്പിക്കുന്ന മറ്റൊരർത്ഥം കൂടെയുണ്ട്. വിശ്രമം എന്നാൽ രണ്ട് പരിഭാഷകളാണുള്ളത്. ഒന്ന് വികലമായ ശ്രമം, രണ്ടാമത്തേത് വിശേഷപ്പെട്ട ശ്രമം. ഈ സന്ധിയിൽ ഈ പരിശുദ്ധ മണ്ണിൽ അല്പസമയം വിശ്രമത്തിന്, ആശ്വാസത്തിന്, സ്വസ്ഥതയ്ക്കായി നാം കടന്നു വരുമ്പോൾ ഈ സന്ധ്യ ഏറ്റവും വിശേഷപ്പെട്ട നമ്മളുടെ ശ്രമമായി മാറുവാൻ, അത് വികലമാക്കപ്പെട്ടതല്ല, ഏറ്റവും വിശേഷതയുള്ള ശ്രമമായി മാറുവാൻ ഇടയാക്കട്ടെ എന്ന് ആമുഖമായി സൂചിപ്പിച്ചുകൊണ്ട് വേദഭാഗത്തേക്ക് പ്രവേശിക്കട്ടെ. വിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 11-12 വാക്യങ്ങൾ. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 25-ാം അധ്യായം 11-12 വാക്യങ്ങൾ. അതിൻ്റെ ശേഷം മറ്റേ കന്യകമാരും വന്നു, കർത്താവേ, കർത്താവേ, ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു. അതിന് അവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 25-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും സുപരിചിതമായ 10 കന്യകമാരുടെ ഉപമ തമ്പുരാൻ വിശുദ്ധീകരിക്കുന്ന ഭാഗമാണ്. ഈ വേദഭാഗത്ത് ഒരു വേദശാസ്ത്ര വിശകലനത്തോടെ ഇതിനെ സമീപിക്കാൻ നാം ശ്രമിച്ചാൽ യേശു തമ്പുരാന്റെ രണ്ടാമത്തെ വരവിന് ഏറ്റവും ജാഗ്രതയുള്ളവരായി ഇരിക്കണമെന്ന ശക്തമായ സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. എന്നാൽ അതോട് ചേർത്ത പ്രായോഗിക ജീവിതവും ഈ വേദഭാഗം നമുക്ക് തരുന്ന ചില സന്ദേശങ്ങളുണ്ട്. ഈ വേദഭാഗത്തിന്റെ അവസാന ഭാഗത്തോട് ചേർത്ത് നാം വായിക്കുമ്പോൾ തമ്പുരാന്റെ ശ്രദ്ധേയമായ വാചകം ഇതാണ്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നുള്ളതാണ്. എൻ്റെ ഈ സന്ധ്യയിലെ ചിന്ത ഇതാണ്. ഈ ഉപമാഭാഗം നമുക്കറിയാം, അതുകൊണ്ട് അവിടേക്ക് ഞാൻ പോകുന്നില്ല. ബുദ്ധിയുള്ളവരായ 5 കന്യകമാരും എന്നാൽ അത്ര ബുദ്ധിയില്ല എന്ന് നാം കരുതുന്ന മറ്റ് 5 പേരും. എന്തുകൊണ്ടാണ് ബുദ്ധിയില്ല എന്ന് നാം കരുതുവാൻ സാധ്യതയുള്ള ഈ 5 കന്യകമാരോട് ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് തമ്പുരാൻ പറയുവാനിടയായത് എന്ന് സൂചിപ്പിക്കുവാനാണ് ഞാൻ ശ്രമിക്കുന്നത്. സാധാരണയായി യഹൂദന്മാരുടെ ഇടയിൽ വിവാഹങ്ങൾ നടത്താറുണ്ടായിരുന്നത് സായാഹ്നങ്ങളിലാണ്. അത് നടത്തുന്നത് വധൂഗൃഹത്തിൽ വെച്ചാണ്. വധുവിന്റെ ഗൃഹത്തിൽ വെച്ച് സായാഹ്നത്തിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം അന്ന് രാത്രി തന്നെ വരൻ തൻ്റെ അപ്പന്റെ ഭവനത്തിലേക്ക് മണവാട്ടിയെയും കൂട്ടിക്കൊണ്ടുപോകുന്ന മനോഹരമായ ഒരു ചടങ്ങുണ്ട്. പക്ഷെ സാധാരണഗതിയിൽ സായാഹ്നത്തിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം മണവാളൻ മണവാട്ടിയെയും കൂട്ടിക്കൊണ്ട് തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകുമ്പോൾ മണവാട്ടിയുടെ വീട്ടിലുള്ള ബന്ധുക്കളുടെയും സഹോദരങ്ങളുടെയും സ്നേഹ ആദരവുകൾ ഏറ്റുവാങ്ങിയതിനു ശേഷം പലപ്പോഴും രാത്രി ഏറെ വൈകിയാണ് പോകാറുള്ളത്. അങ്ങനെ രാത്രി ഏറെ വൈകി പോകുമ്പോഴാണ് ഇവിടെ ഈ കന്യകമാരുടെ ആവശ്യം. ഈ കന്യകമാർ അവരുടെ കയ്യിലുള്ള വിളക്ക് തെളിച്ചുകൊണ്ട് മണവാട്ടിയുടെ ഭവനത്തിൽ നിന്ന് മണവാളന്റെ ഭവനത്തിൽ വരെ മണവാളനെയും മണവാട്ടിയെയും തോഴ്മക്കാരെയും എതിരേറ്റുകൊണ്ട് വിളക്കേന്തുന്ന കന്യകമാരിൽ 5 പേരുടെ കഥയാണ് നാം ഈ വായിച്ച വേദഭാഗത്തുള്ളത്. ഇതിൽ 5 പേരോടാണ് തമ്പുരാൻ പറയുന്നത്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന്. എന്തുകൊണ്ട് തമ്പുരാൻ ഇവരോട് പറയുവാനിടയായി എന്നുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിൽ വയ്ക്കട്ടെ. ഒന്നാമത്, തമ്പുരാൻ ഇവരോട് പറയാൻ ഇടയായതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഇവർ 10 കന്യകമാരാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ 10 പേരുടെ ഇടയിൽ ഒരു ഭിന്നതയുണ്ടാക്കി, അഥവാ ഒരു ഗ്രൂപ്പിസം ഉണ്ടാക്കി, ഒരു വിഘടനമുണ്ടാക്കിയ ആൾക്കാരാണ്.
അതെന്തുകൊണ്ടാണ് എന്ന് പിന്നാലെ വരുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് യേശു തമ്പുരാൻ ഇവരോട് ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറയുവാനിടയായ ആദ്യത്തെ സാഹചര്യം ഇവർ ഒരു വിഘടനമുണ്ടാക്കിയത് കൊണ്ടാണ്, അഥവാ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയത് കൊണ്ടാണ്, ഗ്രൂപ്പിസത്തിന്റെ വക്താക്കളായത് കൊണ്ടാണ്. പക്ഷേ എന്താണ് ഇവരുണ്ടാക്കിയ വിഘടനം? സാധാരണയായി ഒരു മണവാട്ടിയുടെ ഭവനത്തിലേക്ക് വിവാഹത്തിന്റെ നാളിൽ ഇങ്ങനെ വിളക്കേന്തിയ കന്യകമാരായി ക്ഷണിക്കപ്പെട്ടവർ കടന്നു വരുമ്പോൾ സാധാരണഗതിയിൽ വിളക്കും ഈ വിളക്കേന്തുവാൻ വേണ്ട എണ്ണയും എല്ലാം ഈ ഭവനത്തിൽ നിന്ന് കൊടുക്കാറാണ് പതിവ്. പക്ഷേ ചില അതിബുദ്ധിയുള്ള കന്യകമാരുണ്ട്. ഇവർ സാധാരണഗതിയിൽ അവർക്ക് ലഭിച്ച എണ്ണ അവർ മാറ്റിവെച്ചിട്ട് മറ്റുള്ളവരുടെ ഇടയിൽ നിന്ന് കടവാങ്ങാൻ ശ്രമിക്കും. ഈ കന്യകമാരെ കുറിച്ച് ചിന്തിച്ചാൽ ഒരുപക്ഷെ ഇവരാദ്യമായിട്ട് ആയിരിക്കില്ല ഈ പരിപാടി കാണിക്കുക. ഇതിനു മുൻപും ഇവർ ഇതേ പരിപാടി തുടർന്നിട്ടുണ്ടാകാം. അങ്ങനെ ഇവർ എണ്ണയെടുക്കാൻ മറന്നുപോയി എന്ന് വേദഭാഗത്ത് കാണാനാകുന്നില്ല. അതുകൊണ്ട് തന്നെ ബോധപൂർവമായി 10ൽ 5 പേർ ഒരു വിഭാഗമായി മാറിയിട്ട് എണ്ണ എടുക്കാതെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങാം എന്ന ധാരണയിൽ ഇവിടെ വിളക്കേന്തുവാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ 10 പേരുടെ ഇടയിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി വിഘടിച്ചു നിൽക്കാൻ ശ്രമിച്ചവരാണ് ഈ 5 കന്യകമാർ. അതുകൊണ്ട് വിഘടനമായിരുന്നു ഇവരുടെ ലക്ഷ്യം. അങ്ങനെയെങ്കിൽ ഈ വിഘടന മനോഭാവത്തിൽ നിന്നതുകൊണ്ടാണ് തമ്പുരാൻ ഇവരോട് പറഞ്ഞത് ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന്. ഇന്ന് നമ്മുടെ ഇടയിലും ഇത്തരം ചില വിഘടന മനോഭാവങ്ങളുണ്ട്. ചിലയിടങ്ങളിലെങ്കിലും ഗ്രൂപ്പിസത്തിന്റെ വക്താക്കളായി നമ്മളിൽ ചിലരെങ്കിലും പലപ്പോഴും മാറാറുണ്ട്. അത് പല സാധ്യതകൾക്ക് പിന്നാലെയാകാം. പലയിടങ്ങളിലും വിഘടന മനോഭാവങ്ങൾ, ഗ്രൂപ്പിസം നടക്കാറുള്ളത് ചിലപ്പോൾ സ്വത്തിന്റെ പേരിലാണ്, പണത്തിന്റെ പേരിലാണ്. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ രാത്രിയിൽ അത്താഴം കഴിഞ്ഞിട്ട് ഉമ്മറത്ത് ചാരുകസേരയിൽ ഇരിക്കുമ്പോൾ നന്നായിട്ടാണ് അത്താഴം കഴിച്ചതെങ്കിൽ, സാധാരണ അത്താഴം അടിമയെ പോലെ കഴിക്കണമെന്നാണ് പുരാണങ്ങൾ പറയാറുള്ളത്. കാരണം അടിമയ്ക്ക് പലപ്പോഴും ഭക്ഷണം തീരെ കുറവാണ് ലഭിക്കാറ്. അത്താഴം അതുകൊണ്ട് അടിമയെ പോലെ ആകാവൂ എന്ന് പറയുന്നു. പക്ഷേ നമ്മളാരും ആ ഗണത്തിൽപ്പെട്ടവരല്ല. അങ്ങനെയെങ്കിൽ നന്നായി അത്താഴം കഴിച്ചിട്ട് ഉമ്മറത്ത് ചാരുകസേരയിൽ ഇരിക്കുമ്പോൾ നമ്മുടെയൊക്കെ വായിലൂടെ ഒരു സാധനം പുറത്തേക്ക് പോകും. മലയാളത്തിൽ പറഞ്ഞ ഏമ്പക്കം എന്ന് പറയും, സ്റ്റാൻഡേർഡ് ഭാഷയിൽ പറഞ്ഞ അസിഡിറ്റി എന്ന് പറയും. ഇതുപോലെ ഭൂമി അറിഞ്ഞൊരു ഏമ്പക്കം വിട്ടാൽ മതി. പണത്തിന്റെ പേരിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് ചിലയിടങ്ങളിലെങ്കിലും, അത് കുടുംബങ്ങളിലാകട്ടെ, ദേവാലയങ്ങളിലാകട്ടെ, സാംസ്കാരിക രാഷ്ട്രീയ മത ഇടങ്ങളിലാകട്ടെ, അവിടെ പലപ്പോഴും ഈ പണത്തിന്റെ പേരിലാണ് വിഘടന മനോഭാവം ഉണ്ടാക്കാൻ നാം ശ്രമിക്കുന്നതെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം നാം തിരിച്ചറിയുക, ഭൂമി ഒരു സെക്കൻഡ് സമയം അറിഞ്ഞ് ഒരേമ്പക്കം വിട്ടാൽ മതി, നീ ഉണ്ടാക്കിയതെല്ലാം നിലംപരിശായി പോകും. കാൾ മാർക്സ് പോലും തമ്പുരാൻ പറഞ്ഞതിൻ്റെ അത്ര ശ്രേഷ്ഠമായി ധനിക ദരിദ്ര അനുപാതത്തെക്കുറിച്ച് എങ്ങും വിവരിച്ചിട്ടില്ല. അത് മറ്റാരെ കുറിച്ചുമല്ല തമ്പുരാൻ പ്രധാനമായി പറയുന്നത്, ധനവാനെയും ലാസറിനെയും കുറിച്ചാണ്. വേദഭാഗമൊക്കെ നമുക്ക് വളരെ സുപരിചിതമാണ്. ജീവിതത്തിന്റെ സുഖലോലുപതയിൽ ആടിത്തിമിർത്ത ധനവാനും വ്രണങ്ങൾ നക്കുന്ന നായ്ക്കൾ കൂട്ടാളികളായ ലാസർ. പക്ഷേ ജീവിതം ഈ ഭൂമിയിൽ ഒടുങ്ങിക്കഴിഞ്ഞപ്പോൾ തമ്പുരാന്റെ ഇടത്തിരിക്കാൻ മഹാഭാഗ്യമുണ്ടായത് ലാസറിനാണ് എങ്കിൽ, എൻ്റെ സഹോദരങ്ങളെ, ഈ പണത്തിനൊന്നും പലപ്പോഴും ദൈവരാജ്യത്തിൽ വലിയ പ്രസക്തിയൊന്നുമുണ്ട് എന്ന് നമുക്ക് അത്ര കണ്ട് വിശ്വസിക്കാനാകുന്നില്ല. സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ അതേ രാത്രിയിൽ സ്വാതന്ത്ര്യം നേടുവാൻ കാരണക്കാരായ നേതാക്കന്മാരെല്ലാം ആഘോഷത്തിന്റെ അനുഭവങ്ങളിൽ അവരെല്ലാവരും അന്വേഷിച്ചു, ഈ സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തരാൻ ഇടയായ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി അത് വേറെ ആരുമല്ല, മഹാത്മാഗാന്ധിയാണ്. ആ വന്യനായ ശ്രേഷ്ഠനായ മനുഷ്യനെ ഇവരെല്ലാം അന്വേഷിക്കുകയാണ്. പക്ഷേ രാത്രിയിൽ ഈ മഹാമനുഷ്യൻ ഒരു കുടുസുമുറിയിലിരിക്കുകയാണ്. ഇവരെല്ലാം അന്വേഷിച്ചു വന്നു, എന്തേ അങ്ങ് ഇവിടെ ഇരിക്കുന്നത്?
നാം എല്ലാം സ്വാതന്ത്ര്യത്തിന്റെ ലഹരിയിലല്ലേ? അവിടെ മഹാനായ ഗാന്ധിജി പറഞ്ഞൊരു വാചകം ഇതാണ്: എനിക്ക് ഇതിൽ നിന്ന് ഒന്നും നേടാനില്ല, ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ രാജ്യത്തിന്, എൻ്റെ ദേശത്തിന് ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ അതേ സ്ഥാനത്ത് മറുവശത്ത് ചില സ്വാർത്ഥ താല്പര്യങ്ങളുടെ മേൽ ഭാരതത്തിന്റെ മണ്ണിനെ രണ്ടായി വിഭജിക്കണമെന്ന ശ്രേഷ്ഠമെന്ന് അന്നു കരുതിയിരുന്ന ഒരു മനോഭാവത്തോടെ ഒരു ജനത നിൽക്കുകയാണ്. ആ സ്ഥാനത്ത് തമ്പുരാൻ ഗാന്ധിജി പറയുന്നത്, എനിക്ക് ഇതുകൊണ്ട് ഒന്നും നേടാനില്ല. പക്ഷേ ആ മഹാശ്രേഷ്ഠ മനുഷ്യൻ ഇന്നും ലോകം മുഴുവൻ ആദരിക്കപ്പെടുന്നവനായി മാറുന്നുവെങ്കിൽ അദ്ദേഹം സ്വന്തമായി സ്വത്തിൻ്റെയോ പണത്തിൻ്റെയോ പിന്നാലെ പോകുവാൻ അധികം ആഗ്രഹിച്ചയാളായിരുന്നില്ല. പക്ഷെ ഞാനും നിങ്ങളും ഇന്ന് ചിലപ്പോഴെങ്കിലും ഈ സ്വത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി ജീവിതത്തിൽ വിഘടനങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നയാളാണ്. നമ്മളിൽ ചിലരെങ്കിലും ഒരുപക്ഷെ ആശുപത്രികളിൽ IC യൂണിറ്റുകളിൽ കിടന്നിട്ടുള്ളവരായിരിക്കും. ചിലർക്കെങ്കിലും കൃത്രിമമായി ശ്വാസോച്ഛ്വാസം നൽകിയിട്ടുള്ളവരായിരിക്കും. കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുന്ന ഒരു ഓക്സിജൻ സിലിണ്ടറിൽ 1200 ലിറ്റർ ഓക്സിജൻ ഉണ്ട് എന്നാണ് സാധാരണ പറയാറ്. ഈ 1200 ലിറ്റർ ഉള്ള ഓക്സിജൻ സിലിണ്ടർ കണ്ടിന്യൂസ് ഒരു പേഷ്യന്റിന് കൊടുത്താൽ 10 മണിക്കൂർ ഉപയോഗിക്കാനാകും. ഹോൾസെയിൽ വിലയിൽ ഇതിന് ഏതാണ്ട് 400 രൂപയ്ക്ക് അടുത്ത വില മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ 10 മണിക്കൂർ ഒരു സിലിണ്ടർ ഉപയോഗിക്കാനാകുമെങ്കിൽ അതിൽ 1200 ലിറ്റർ ഓക്സിജനുമാണുള്ളതെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ഒരു മനുഷ്യൻ ശ്വസിക്കുന്ന ഓക്സിജന്റെ അളവ് 120 ലിറ്ററാണ് ഏകദേശം. അങ്ങനെയെങ്കിൽ 1 മിനിറ്റിൽ അത് 2 ലിറ്ററാണ്. അങ്ങനെയെങ്കിൽ 1 സെക്കൻഡിൽ 33.3 മില്ലി ലിറ്ററാണ്. 33.3 മില്ലി ലിറ്റർ ഓക്സിജന് ഒരു ഓക്സിജൻ സിലിണ്ടറിന്റെ വില 400 രൂപയാണെങ്കിൽ കണക്കെടുത്ത് പരിശോധിച്ചാൽ വെറും 1 പൈസയിൽ താഴെ എത്തൂ. ഒരു മനുഷ്യന് 1 സെക്കൻഡ് സമയം അവന്റെ ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് 33.3 മില്ലി ലിറ്റർ ഓക്സിജനാണ്. ഈ ഓക്സിജന് 1 പൈസ പോലും വിലയില്ല എങ്കിൽ ഈ 1 പൈസയുടെ വിലയുള്ള ഓക്സിജനെ നിയന്ത്രിക്കാൻ നമുക്കാകുന്നുണ്ടോ? അങ്ങനെ നമുക്കാകാത്തൊരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തിനു വേണ്ടിയാണ് ഈ 1 പൈസയുടെ മൂല്യം പോലും നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പിടിച്ചു വെക്കാൻ നമുക്കാകാത്തതാണ് നമ്മുടെ ജീവിതമെങ്കിൽ എന്തിനു വേണ്ടി പണത്തിന്റെ പിന്നാലെ അതിൻ്റെ പേരിൽ വിഘടനമുണ്ടാക്കാൻ നാം ശ്രമിക്കുന്നു? ഇവിടെയാണ് യേശു തമ്പുരാന്റെ അടുക്കൽ വന്നിട്ട് വിഘടന മനോഭാവത്തോടെ പ്രത്യാശയില്ലാത്തവനായി ഒരേ ഒരാൾ മാത്രമേ പോയിട്ടുള്ളൂ. വിശുദ്ധനായ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 22-ാം വാക്യം. വേറെ ഒന്നുമല്ല, തമ്പുരാൻ പറഞ്ഞു, നീ നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. ഒരു യൗവനക്കാരനായ മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് യേശുവിൽ നിന്ന് അഭിപ്രായ ഭിന്നതയോടെ വിഘടന മനോഭാവത്തോടെ പോയത് അവൻ മാത്രമാണ്. കാരണം പണം മാത്രമാണ്. അതുകൊണ്ട് പലപ്പോഴും വിഘടനത്തിന്റെ അടിസ്ഥാനം പണമായി മാറാറുണ്ട്. ഈ 5 കന്യകമാരെ സംബന്ധിച്ച് ഇവർക്ക് ലഭിച്ച എണ്ണ പല നാളുകളിൽ ലഭിച്ചത് കൂട്ടിവെച്ച് അതിൽ നിന്ന് ഒരു സ്വത്തുണ്ടാക്കാൻ ശ്രമിക്കുന്ന മനോഭാവമാണ് ഇവർക്കുള്ളത് എന്ന് ഉപമ വ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇവരെ സംബന്ധിച്ച് ഇവരിവിടെ വിഘടനമുണ്ടാക്കാൻ മറ്റൊരു കാരണം അവരുടെ എ മൈൻഡ് ഓഫ് അക്യുമുലേഷൻ, ജീവിതത്തിൽ സമ്പത്തുക്കളും പണവുമൊക്കെ കൂട്ടിവെക്കാൻ ശ്രമിക്കുന്ന ഒരു മനോഭാവം. അവിടെ ആ തമ്പുരാൻ ചോദിക്കുന്നത്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ ദൈവം വിളിച്ചാൽ നീ എന്ത് ചെയ്യുമെന്നുള്ളത്. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ കടന്നു പോകുകയാണ്. മരുഭൂമിയിലൂടെ കടന്നു പോകുന്ന ഇസ്രായേൽ ജനം ദൈവത്തോട് പരാതി പറയുന്ന, സങ്കടപ്പെടുന്ന ഒരു കാരണമുണ്ട്. ഒരു കാലത്ത് ഞങ്ങളുടെ അണപ്പല്ലുകളിൽ ഇറച്ചി കഷണങ്ങൾ മാത്രം ശേഷിച്ചിരുന്ന ഇടമുണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം മാറിയിട്ട് കുടിനീര് പോലുമില്ലാത്ത അവസ്ഥ. തമ്പുരാൻ കൊത്തൻപാലരിയുടെ നിറവും തേൻകട്ടയുടെ മാധുര്യമുള്ള മന്ന വർഷിപ്പിച്ചു. പക്ഷെ ഒരേ ഒരു കണ്ടീഷൻ, നീ നാളേക്കുള്ളത് പെറുക്കി വെക്കരുത്. നാളേക്കുള്ളത് നീ പെറുക്കി വെച്ചാൽ അതിന്റെ കുഴപ്പം വേറെ ഒന്നുമല്ല, ഇന്ന് ലഭിക്കേണ്ട പലർക്കും അത് കിട്ടുകയില്ല. പക്ഷെ അവർ പലപ്പോഴും അത് പരിഗണിച്ചില്ല,
കൂട്ടിവെക്കാൻ ശ്രമിച്ചു. അതിരാവിലെ എടുത്തു നോക്കി, പുഴുവരിച്ചു പോയി. A mind of accumulation that leads to destruction. ഞാനും നിങ്ങളുമൊക്കെ കൂട്ടിവെക്കാൻ പലപ്പോഴും ശ്രമിക്കുന്നവരാണ്. അവിടെയാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത്, സക്കാത്ത് കൊടുക്കാത്തവൻ മോഷ്ടാവും കുലപാതകിയും. നീ എത്ര നിഷ്ഠയോടെ നോമ്പെടുത്താലും ന്യായവിധിയുടെ നാളിൽ നീ സക്കാത്ത് കൊടുത്തില്ല എങ്കിൽ നിന്റെ സ്ഥാനം മോഷ്ടാവിന്റെ സ്ഥാനത്താണ്, കുലപാതകിയുടെ സ്ഥാനത്താണ്. അതേ സ്ഥാനത്ത് ഹൈന്ദവ മതവും പഠിപ്പിക്കുന്നുണ്ട്, മാനവ സേവ, മാധവ സേവ, മനുഷ്യനെ സേവിക്കുന്നതാണ് ഈശ്വരനെ സേവിക്കുന്നത്. പക്ഷെ ആ സ്ഥാനത്ത് ഈ സേവ പലപ്പോഴും ഞാനും നിങ്ങളും മറന്നുപോയിട്ട് സ്വത്തിന്റെ പേരിൽ ഒരു അക്യുമുലേറ്റീവ് മൈൻഡിൽ പലപ്പോഴും വിഘടന മനോഭാവത്തോടെ ജീവിക്കാൻ ശ്രമിക്കുന്നവര്. പരിശുദ്ധ പരിമല തിരുമേനി ഈ വിഘടന മനോഭാവം അത് എല്ലായിടങ്ങളിലും, സാമ്പത്തിക കാര്യങ്ങളിൽ മാത്രമല്ല, തൻ്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ജാതീയമായ ഉച്ചനീചത്വങ്ങളിൽ വരെ പുലർത്താൻ ശ്രമിച്ചിരുന്നയാളാണ്. അതുകൊണ്ടാണ് ഈ ശ്രേഷ്ഠമായ പരിശുദ്ധമായ മണ്ണിൽ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ ഈ നദിയുടെ തീരത്തുകൂടെ ഒരു കീഴാള സമൂഹത്തിൽ പെട്ടിരുന്നയാളെന്ന് അന്ന് പറഞ്ഞിരുന്നയാൾ, അദ്ദേഹം ഒരു തോർത്തുമുണ്ട് മാത്രമുടുത്ത് നടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ മേടയിലിരുന്ന പരിശുദ്ധ തിരുമേനി അവിടെ നിന്ന് ഇറങ്ങി താഴേക്ക് പോയി ആ ഗുരുവര്യനെ, തൻ്റെ ബാല്യകാലത്ത് തന്നെ അക്ഷരം പഠിപ്പിച്ച എഴുത്താശാനെ സ്വീകരിക്കുവാനിടയായത് എല്ലാ വിഘടന മനോഭാവങ്ങളും തൻ്റെ മനസ്സിൽ നിന്ന് വേർതിരിക്കാൻ ആ മനുഷ്യൻ ശ്രമിച്ചത് കൊണ്ടാണ്. ഈ ഒരു ശ്രേഷ്ഠമായ മനോഭാവം അദ്ദേഹത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിലും ഉണ്ടാകണം. ഇന്ന് മറുവശത്ത് പലപ്പോഴും വിഘടനങ്ങൾ ഉണ്ടാകുന്നത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും പദവികൾക്ക് വേണ്ടിയുമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അത് രാഷ്ട്രീയ മേഖലകളിലെന്നല്ല, സാംസ്കാരിക ഇടങ്ങളിലെന്നല്ല, മതത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളിലെന്നല്ല, സമസ്ത മേഖലകളിലും ഇതുണ്ട്. ഇന്ന് പൊളിറ്റിക്സ് പലപ്പോഴും പവർ പൊളിറ്റിക്സും പൊളിട്രിക്സുമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇവിടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, പദവികൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന വിഘടനങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ജനം. ഇതേ ജനത്തെ തിരുവചനത്തിൽ നമുക്ക് കാണാനാകും. സംഖ്യാപുസ്തകം 16-ാം അധ്യായം 2-ാം വാക്യം. ഇസ്രായേൽ ജനത്തെ മോശ നന്നായി ഭരിച്ച് നയിച്ചു കൊണ്ടുവരികയാണ്. ഞാൻ തടിച്ച നാവുള്ളവനാണ്, ഞാൻ വിക്കനാണ്, എനിക്ക് ഈ പണി പറ്റുകയില്ല എന്ന് തമ്പുരാനോട് പറഞ്ഞ ഒരു സമയം മോശയ്ക്കുണ്ടായിരുന്നു. പക്ഷേ അവിടെയും തമ്പുരാൻ തെരഞ്ഞെടുത്തതാണ് മോശായി. നിന്റെ നാവായി അഹ്റോൻ പരിണമിക്കുമെന്ന വാഗ്ദാനത്തോടു കൂടി. പക്ഷേ ഇവിടെ 16-ാം അധ്യായം 2-ാം വാക്യത്തിൽ കോരഹ്, ദാൻ, അബീരാം തുടങ്ങിയ ചിലർ മോശയുടെ കയ്യിൽ നിന്ന് നേതൃത്വം തൻ്റെ കയ്യിലേക്ക് വരണമെന്ന ആഗ്രഹത്തോടെ ജനങ്ങളുടെ ഇടയിൽ ഒരു വിഘടനമുണ്ടാക്കി. 250 സംഘ സദസ്യരെ കൂട്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി മോശയുടെ നേതൃത്വത്തിനെതിരെ മത്സരിക്കുകയാണ്. കാരണമെന്നേ ഉള്ളൂ, ഈ സ്ഥാനം, പദവി എനിക്ക് കിട്ടണം. അതിനുവേണ്ടി ഒരു വിഘടനം ഉണ്ടാക്കുന്നു, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. പക്ഷേ 16-ാം അധ്യായം 32-ാം വാക്യം, ഭൂമി വായ് പിളർന്നു, കോരഹിനെയും കൂടെയുള്ളവരെയും വിഴുങ്ങിക്കളഞ്ഞു. വിഘടനത്തിന്റെ മനോഭാവം പലപ്പോഴും നമുക്ക് നല്ലതല്ല. സെൻ ബുദ്ധിസത്തിൽ ഇങ്ങനെ ഒരു ചെറിയ കഥയുണ്ട്. ആ കഥ ഇങ്ങനെയാണ്. 2 ജോഡി കാളകളെ ഒരു യജമാനൻ വെച്ച് നിലമുഴുകയാണ്. അതിൽ ഒരു ജോഡി കാളകൾ ഒരു ദിവസം ശാരീരികമായ ചില അവശത പ്രകടിപ്പിച്ചു. പക്ഷേ ഈ കാളകളെ യജമാനൻ തൻ്റെ തൊഴുത്തിൽ കൊണ്ടുവന്ന് ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും മനോഹരമായ ഇടത്താക്കിയതിനു ശേഷം നല്ല ഭക്ഷണം നൽകി, നല്ല മരുന്ന് നൽകി അതിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഈ കാളകൾ വിചാരിച്ചു, അങ്ങനെയെങ്കിൽ എല്ലാ ദിവസവും ഇത് തന്നെ നല്ലത്, അധ്വാനിക്കാതെ പണിയെടുക്കാതെ സുഭിക്ഷമായി സുഖസമൃദ്ധിയിൽ ജീവിക്കാം, നമുക്കൊക്കെ ഇഷ്ടം ഇന്നുള്ളതുപോലെ. ഓരോ ദിവസവും അടുത്ത ജോഡി കാളകൾ വരുമ്പോൾ ഈ കാളകൾ അവരോട് ചോദിക്കും, ഇന്ന് യജമാനൻ ഞങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു? ഓരോ ദിവസവും
അധ്വാനിച്ചിട്ട് വരുന്ന ഈ കാളകൾ പറയും, ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഒരു 6-7 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം വീണ്ടും ഈ കാളകൾ ചോദിച്ചു, യജമാനൻ ഇന്ന് ഞങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു? അവിടെ ഈ കാളകൾ, അധ്വാനിക്കാത്ത കാളകളോട് പറയുന്ന ഒരു വാചകമുണ്ട്, യജമാനൻ നിങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞില്ല, പക്ഷേ വരുന്ന വഴിക്ക് കശാപ്പുകാരനോട് സംസാരിക്കുന്നത് ഞങ്ങൾ കണ്ടു. അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൽ നിന്ന് പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി മാറാൻ ശ്രമിക്കുമ്പോൾ തിരിച്ചറിഞ്ഞു, ജീവിതം പലപ്പോഴും കശാപ്പ് ശാലയിലേക്ക് നാം തനിയെ എത്തിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് വിഘടന മനോഭാവം, അത് പണത്തിന്റെ പേരിലാകട്ടെ, പദവികളുടെ പേരിലാകട്ടെ, ജാതീയ മനോഭാവങ്ങളുടെ പേരിലാകട്ടെ, എന്തിന്റെ പേരിലുമാകട്ടെ, ഇത് പലപ്പോഴും നമുക്ക് അത്ര നല്ലതല്ല. അങ്ങനെയെങ്കിൽ തമ്പുരാൻ നമ്മളോടും പറയും, ഞാൻ നിന്നെ അറിയുന്നില്ല. അതുകൊണ്ട് ഞാൻ നിന്നെ അറിയുന്നില്ല എന്നുള്ള ഒരു ശബ്ദമല്ല നമുക്ക് കേൾക്കേണ്ടിയത്. രണ്ടാമത്, ഈ കന്യകമാരോട് യേശു തമ്പുരാൻ ഇങ്ങനെ പറയാനിടയായ മറ്റൊരു സാഹചര്യമുണ്ട്. ഈ കന്യകമാരെ സംബന്ധിച്ച് അവരെ ഏൽപ്പിച്ച ഒരു ശുശ്രൂഷയുണ്ട്. ആ ശുശ്രൂഷ മറ്റൊന്നുമല്ല, മണവാട്ടിയുടെ ഭവനത്തിൽ നിന്ന് മണവാളന്റെ ഭവനം വരെ ഇവരെ അനുഗമിച്ച് രാത്രിയിലെ ഇവരുടെ യാത്രയ്ക്ക് വിളക്കേന്തുക, തെളിച്ചമേകുക, പ്രകാശമേകുക. പക്ഷേ ആ ശുശ്രൂഷ ചെയ്യുവാൻ ഈ 5 കന്യകമാർ പലപ്പോഴും മറന്നുപോയി. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് തമ്പുരാൻ ഇവരോട് പറയാനിടയായ രണ്ടാമത്തെ കാരണം ഇവരുടെ ശുശ്രൂഷയിലുള്ള വീഴ്ചയാണ്. 2 തരത്തിലുള്ള ശുശ്രൂഷയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രധാനമായും ഉള്ളത്. 1, ദൈവത്തെ ശുശ്രൂഷിക്കുക. 2, കീഴെ ജനത്തെ ശുശ്രൂഷിക്കുക. ദൈവത്തെ ശുശ്രൂഷിക്കുക. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യം. അവൾ മനോവസനത്തോടെ യഹോവയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അവൾ മനോവസനത്തോടെ യഹോവയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു എന്ന് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ഹന്നയെക്കുറിച്ചാണ്. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായത്തിൽ 2 സ്ത്രീ കഥാപാത്രങ്ങളെയാണ് പരിചയപ്പെടുന്നത്. 1-ാമത്തെയാൾ ഹന്ന, 2-ാമത്തെയാൾ പെനീന. ഇവർക്ക് 2 പേർക്കും കൂടെ ഒരു ഭർത്താവ് ഏൽക്കാൻ. നമ്മുടെ മനസ്സുകളിൽ ഒന്ന് ചിന്തിച്ചേ, ഒരു ഭർത്താവും 2 ഭാര്യമാരും ഒരുമിച്ച് ഒരേ വീട്ടിൽ താമസിക്കുന്നു. എത്ര രൂക്ഷമായിരിക്കും സ്ഥിതി. യഹൂദന്മാരുടെ ഇടയിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അങ്ങനെ ചില കീഴ്വഴക്കങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ 2 സ്ത്രീകൾ ഒരു ഭർത്താവിൻ്റെ ഭാര്യമാരായി ജീവിക്കുകയാണ്. അസ്വസ്ഥതകൾ വല്ലാത്തതാണ്. അങ്ങനെ അതിലൊരാൾക്ക് മക്കൾ കൂടെയില്ല, ഹന്നയ്ക്ക്. പെനീന ഹന്നയെ വല്ലാതെ സങ്കടപ്പെടുത്തുകയാണ്. സങ്കടത്തിൻ്റെ നടുവിൽ ഹന്ന തൻ്റെ ജീവിത പങ്കാളിയായ ഭർത്താവിൻ്റെ അടുക്കൽ ചെന്ന് സങ്കടം ബോധിപ്പിക്കുകയും. ഇന്ന് നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ പലപ്പോഴും ഇല്ലാത്തത് ഇത് തന്നെയാണ്. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ സങ്കടങ്ങൾ പങ്കുവയ്ക്കുന്നത്, സന്തോഷങ്ങൾ പങ്കുവയ്ക്കുന്നത് ഇന്ന് പലപ്പോഴും ഇല്ല. സൈബർ സെല്ലിൻ്റെ പുതിയ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ഏത് പ്രായത്തിലുള്ളവരാണെന്നറിയാം? ഞാൻ കരുതിയിരുന്നത് യുവാക്കളാണെന്നാണ്. പക്ഷേ സൈബർ സെല്ലിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് 35-നും 55-നും ഇടയ്ക്ക് പ്രായമുള്ള അവിവാഹിതരല്ല വിവാഹിതരായ സ്ത്രീ പുരുഷന്മാരാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിക്കുന്ന സമയം കൂടെ അവർ പറയുന്നുണ്ട്. രാത്രി 11-നും രാവിലെ 4 മണിക്കും ഇടയ്ക്കാണ്. രാത്രി 11-നും രാവിലെ 4 മണിക്കും ഇടയ്ക്ക് കേരളത്തിലെ 35-നും 55-നും ഇടയ്ക്ക് പ്രായമുള്ള വിവാഹിതരായ സ്ത്രീ പുരുഷന്മാർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു എങ്കിൽ തിരിച്ചറിയുക, അത് എത്രമാത്രം നമ്മുടെ ജീവിത പങ്കാളിക്ക് വേണ്ടിയാണ് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്റെ ജീവിത പങ്കാളിക്ക് അപ്പുറം ചില ബന്ധങ്ങളിലേക്ക് നാം പോകുവാൻ ശ്രമിക്കുന്നത്, അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ന്യൂനത
നാം മനസ്സിലാക്കേണ്ടത് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ നിലനിൽക്കേണ്ടുന്ന ശുശ്രൂഷ ജീവിത പങ്കാളിയോട് പങ്കുവെക്കേണ്ട അനുഭവങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിലില്ല സഹോദരങ്ങളെ. അതിനുമപ്പുറം ഈ സങ്കടത്തിന്റെയും നെടുവീർപ്പിന്റെയും നടുവിൽ ഹന്ന ജീവിത പങ്കാളിയോട് ഈ സങ്കടം പറയുമ്പോൾ ഭർത്താവ് പറയുന്നൊരു വാചകമുണ്ട്, ഹന്നെ നീ എന്തിന് വ്യസനിക്കുന്നു, ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ. ഇതിനുശേഷം ഹന്ന നേരെ ദേവാലയത്തിന്റെ നടയിൽ പോവുകയാണ്. പുരോഹിതൻ പോലും പറഞ്ഞു, നീ വീഞ്ഞു കുടിച്ച് മത്തയായി പുലമ്പുന്ന സ്ത്രീ. അവൾ പറഞ്ഞു, അല്ല, ഞാൻ ഹൃദയവ്യസനമുള്ള ഒരു സ്ത്രീ. ഹൃദയ വ്യസനത്തിന്റെ നടുവിൽ ഈ ആലയത്തിന്റെ നടയിൽ വന്ന് ഹന്നയെ പോലെ കണ്ണുനീരൊഴുക്കി ഹൃദയം വിങ്ങിപ്പൊട്ടുമാറ് തമ്പുരാന്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിച്ച ഹന്ന ഇങ്ങനെയാണ് വേദഭാഗം പറയുന്നത്, 18-ാം വാക്യം, അവളുടെ മുഖം പിന്നെ വാടിയില്ല. ദൈവ ശുശ്രൂഷയ്ക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും സമയം തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ ഉറച്ച ബോധ്യത്തോടെ ഇരിക്കുക, നമ്മുടെ മുഖം വാടുകയല്ല. പക്ഷേ ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് പലപ്പോഴും എന്തിന് ഇവിടെ പോലും വന്നിരിക്കുന്നത് ഒരു കൺസ്യൂമറിസ്റ്റിക് മൈൻഡോടെയാണ്, ഒരു ഉപഭോഗ മനസ്സോടെ ദൈവ ശുശ്രൂഷയ്ക്ക് സമയം കണ്ടെത്തുന്നതിൽ എത്രമാത്രം അർത്ഥമുണ്ട് എന്ന് എനിക്ക് നിശ്ചയമില്ല. പക്ഷേ നിന്റെ ജീവിതത്തിൻ്റെ ഏതനുഭവങ്ങളിലും ദൈവ ശുശ്രൂഷയ്ക്ക് നീ മാറ്റിവെച്ചിട്ടുള്ള സമയം, ജീവിതത്തിൽ ദശാംശം കൊടുക്കേണ്ട നീ നിന്റെ സമയത്തിൻ്റെ 10-1 കൂടെ ദശാംശം കൊടുത്താൽ ഒരാഴ്ചയിൽ ഏതാണ്ട് 16 മണിക്കൂർ 8 മിനിറ്റ് സമയം ഏറ്റവും ചുരുങ്ങിയത് ദൈവ ശുശ്രൂഷയ്ക്ക് മാറ്റിവെക്കേണ്ടതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദൈവ ശുശ്രൂഷയ്ക്ക് ഞാനും നിങ്ങളും എത്ര സമയം മാറ്റിവെക്കുന്നുണ്ട്? യഹോവയുടെ പ്രാകാരങ്ങളെ ചൊല്ലി വാഞ്ചിച്ചു പോകുന്ന, മോഹിച്ചു പോകുന്ന ഒരഭിനിവേശം നമുക്കുണ്ടാകണം. വിശുദ്ധനായ പത്രോസിനെ കുറിച്ച് ഇങ്ങനെയാ പറയുന്നത്, ഉയർത്തെഴുന്നേറ്റ് വന്ന കർത്താവ് തമ്പുരാൻ പത്രോസിനും കൂടെയുള്ളവർക്കും പ്രാതലൊരുക്കി വെച്ചു. അത് കർത്താവാണ് എന്ന് ബോധ്യപ്പെട്ട പത്രോസ് തിടുക്കത്തിൽ അവൻ കടലിൽ ചാടിയിട്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് നീന്തി വരാൻ ശ്രമിക്കുകയാ. ദേവാലയ ശുശ്രൂഷയോട്, ആരാധനയോട്, കർത്താവ് ഒരുക്കിയ വിരുന്നിന് പത്രോസിനുണ്ടായ അതേ തിടുക്കത്തിൻ്റെ മനോഭാവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇന്ന് കടന്നു വരേണ്ടിയിരിക്കുന്നു. ദൈവ ശുശ്രൂഷയോട് ചേർത്ത് കീഴെ മനുഷ്യനെ ശുശ്രൂഷിക്കുക, ഇതുകൂടെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ അവിടെ നാം പലപ്പോഴും വ്യതിചലിച്ചു പോകുകയാണ്. ഈ മനുഷ്യൻ എന്നുള്ളത് ഞാനൊന്ന് ചുരുക്കി നമ്മുടെ ഭവനാന്തരീക്ഷങ്ങളിലേക്ക് കൊണ്ടുവരട്ടെ സഹോദരങ്ങൾ. തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, നരച്ച തല, ശോഭയുള്ള കിരീടം. സദൃശവാക്യങ്ങൾ 16-ാം അധ്യായത്തിൽ നമ്മുടെ ഭവനങ്ങളിലെ നരച്ച തലകൾ നമുക്ക് ഇന്ന് ശോഭയുള്ള കിരീടങ്ങളാണോ അതോ മുൾക്കിരീടങ്ങളാണോ? പല ഭവനങ്ങളിലും ഇന്ന് നരച്ച തലകൾ ശോഭയുള്ള കിരീടങ്ങളാണോ? ONV കുറുപ്പ്, മലയാളത്തിൻ്റെ പ്രിയങ്കരനായ മഹാകവി, അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കവിതയിൽ അദ്ദേഹം ഒരു മിത്തോളജിയെ അതിജീവിച്ചുകൊണ്ട് ഒരു കവിത എഴുതുന്നുണ്ട്. ആ കവിതയെ ഇങ്ങനെയാണ്: കുറച്ച് സഹോദരങ്ങൾ ചേർന്ന് ഒരു വലിയ കോട്ടമതിൽ പണിയുകയാണ്. ഈ സഹോദരങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, ഈ മതിലിന് ബലം കൂടണമെങ്കിൽ ഒരു സ്ത്രീയെ ഈ മതിലിൻ്റെ അടിസ്ഥാനത്തിലിടണം, അവളെ ജീവനോടെ ഇടണം, അവളുടെ മുകളിൽ കല്ലുകൾ പെറുക്കി വെച്ചാൽ മാത്രമേ ആ മതിലിന് ശക്തി കൂടൂ എന്ന്. അങ്ങനെ അവരിൽ ഒരാളുടെ ഭാര്യ ഒരു ദിവസം ഭക്ഷണവുമായി വന്നപ്പോൾ ഇവരെല്ലാവരും കൂടെ തീരുമാനിച്ചു, ഇവളെ നമ്മൾക്കൊരു കാര്യം ചെയ്യാം, ഈ മതിലിൻ്റെ അടിത്തട്ടിലിട്ടിട്ട് നമ്മുടെ മതിലിന് ശക്തി കൂട്ടാൻ ശ്രമിക്കാം. ഈ സ്ത്രീ ഭക്ഷണവുമായി വന്നപ്പോൾ ഇവർ പറഞ്ഞു, ഇങ്ങനെയാണെന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. ആ സ്ത്രീ പറഞ്ഞു, അതിനെന്താ, എനിക്കൊരു പരിഭവവുമില്ല, മതിലിൻ്റെ ശക്തി കൂട്ടുക എന്നുള്ളത് നിങ്ങളുടെ വിശ്വാസമാണ്, പക്ഷേ എനിക്കൊരു കണ്ടീഷനുണ്ട്. അവർ ചോദിച്ചു, എന്താ നിന്റെ കണ്ടീഷൻ? ആ സ്ത്രീ പറഞ്ഞ മറുപടി ഇതാണ്: എന്നെ നിങ്ങൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇട്ടുകൊള്ളുക, എനിക്ക് ഒരു പരിഭവവുമില്ല, പക്ഷേ എൻ്റെ 2 മാറിടങ്ങളും പുറത്തു കാണണം. ഇവർ ചോദിച്ചു, നീ മരിക്കാൻ പോകുന്ന സ്ത്രീ, എന്തിന് നിന്റെ മാറിടങ്ങൾ പുറത്തു കാണണം?
ഇവരുടെ മറുപടി ഇങ്ങനെയാണ്, ഈ സ്ത്രീയുടെ മറുപടി ഇങ്ങനെയാണ്: നിങ്ങൾക്ക് ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ ഈ മതിലിന്റെ ശക്തി കൂട്ടുകയെന്ന്. പക്ഷേ എന്നെ സംബന്ധിച്ച് അതിനേക്കാൾ വലുത് എൻ്റെ ഭവനത്തിൽ വിശന്ന് പൊരിഞ്ഞു കരയുന്ന എൻ്റെ പിഞ്ചുകുഞ്ഞാണ്. എൻ്റെ ആ പിഞ്ചുകുഞ്ഞിന് എൻ്റെ മരണത്തിനടുത്ത നിമിഷങ്ങളിലോ മരണം കഴിഞ്ഞ തൊട്ടടുത്ത നിമിഷങ്ങളിലോ ഒരു തുള്ളി മുലപ്പാല് കൊടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ സുഹൃതം അതാണ്. അങ്ങനെ മരണത്തിൻ്റെ മുൻപിൽ പോലും മക്കളുടെ വിശപ്പിന് പ്രാധാന്യം കൽപ്പിച്ച എന്നെയും നിങ്ങളെയും ആറ്റുനോറ്റ് വളർത്തിയ നമ്മുടെ അമ്മയപ്പന്മാരെ ശുശ്രൂഷിക്കുന്നതിനുള്ള നമ്മുടെ മനോഭാവം ഇന്ന് എവിടെ നിൽക്കുകയാണ്? അവിടെയാണ് നമുക്ക് ഈ നരച്ചതലകൾ പലപ്പോഴും മുൾക്കിരീടങ്ങളായി മാറുന്നത്. ഞാനൊരു ചെറിയ അനുഭവം പറയട്ടെ. എൻ്റെ മാതൃ ഇടവകയ്ക്കടുത്ത് ഒരു ഭവനത്തിൽ നിന്ന് ഒരു സന്ധ്യയിൽ എനിക്ക് ഒരു ടെലിഫോൺ സന്ദേശം വന്നു: അച്ഛൻ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ വീട് വരെ വരണം. സന്ധ്യാസമയമാണ്. ഞാൻ ആ വീട്ടിലെത്തിയപ്പോഴാണ് കഥ മനസ്സിലാക്കാനാകുന്നത്. 4 മക്കളുള്ള ഒരു കുടുംബം, 4 പേരും വിവാഹിതരാണ്. ഇളയ മകനും കുടുംബവും വിദേശത്താണ്. മറ്റു 3 പേരും നാട്ടിലുണ്ട്. അതിൽ 2 പേര് ആൺമക്കളും ഒരാള് പെൺമകളും. പക്ഷേ ആ വീട്ടിൽ വൃദ്ധയായ ഏതാണ്ട് 65-70 വയസ്സ് പ്രായമുള്ള ഒരു അമ്മയുണ്ട്. ഈ അമ്മ കിടന്ന കിടപ്പിൽ കിടക്കുകയാണ്. എന്നെ ഈ ഭവനത്തിലെ ഇളയ മകൻ വിളിച്ചതിൻ്റെ ഉദ്ദേശം ഇതാണ്: ഞങ്ങൾ നാളെ രാവിലെ തിരികെ ജോലിസ്ഥലത്തേക്ക് പോവുകയാണ്, അമ്മയെ കൊണ്ടുപോകാൻ ആരും വന്നിട്ടില്ല. അച്ഛൻ ഞങ്ങളുടെ സഹോദരങ്ങളെ ഒന്ന് വിളിച്ച് ഒന്ന് പറയണം. ഞാൻ മറ്റു 3 പേരെയും വിളിച്ചു. ഏതാണ്ട് 5 കിലോമീറ്റർ പരിധിക്കുള്ളിലാണ് അവർ. അതുകൊണ്ട് തന്നെ അവർ ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ ആ ഭവനത്തിലെത്തി. ഞാൻ അവരോട് ഈ ആവശ്യം ഉന്നയിച്ചു: അമ്മയെ നിങ്ങൾ ആരെങ്കിലും ഇന്ന് തന്നെ വീട്ടിൽ കൊണ്ടുപോകണം. പക്ഷേ ആർക്കും വയ്യ. ഒടുവിൽ ഞാനൊരു കണ്ടീഷൻ വെച്ചു. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, 4 മക്കളല്ലേ, അമ്മയെ 3 മാസം വീതം ഓരോരുത്തരും നോക്കട്ടെ എന്ന് പറഞ്ഞു. കൊച്ചുബാബ എന്ന എഴുത്തുകാരൻ്റെ വൃദ്ധസദനം എന്ന ചെറുകഥയിൽ മലബാറിലുള്ള മകൻ ഒരു അർദ്ധരാത്രിയിൽ തൻ്റെ വാർദ്ധക്യത്തിലുള്ള അമ്മയെ ഒരു വല്ലക്കൊട്ടയിൽ ചുമന്ന് നാട്ടിലെ മകൻ്റെ വരാന്തയിൽ വെച്ചിട്ട് ഒരു വാക്കുപോലും പറയാതെ ഇറങ്ങിപ്പോകുന്ന ദാരുണമായൊരവസ്ഥയുണ്ട്. ഏതാണ്ട് അതിന് സമാനമായൊരു കഥയാണ് ഞാനും അവരോട് പറഞ്ഞത്. അമ്മയെ 3 മാസം വീതം ഓരോ മക്കളും നോക്കുക. മനസ്സില്ല മനസ്സോടെയാണെങ്കിലും അവർ സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ ഈ അമ്മയുടെ മകൾ, ആ സ്ത്രീക്ക് 2 മക്കളുണ്ട്. ആ സ്ത്രീ എന്നോട് ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്: അച്ഛാ, ഇന്ന് തീയതി 18, ഈ മാസം തീരാൻ ഇനി 12 ദിവസം കൂടെയുണ്ട്. ഈ 12 ദിവസം അമ്മയെ നോക്കുന്നത് അച്ഛൻ ഞങ്ങളിൽ ആരുടെ കണക്കിൽപ്പെടുത്തും? ഈ 12 ദിവസം അമ്മയെ നോക്കുന്നത് അച്ഛൻ ഞങ്ങളിൽ ആരുടെ കണക്കിൽപ്പെടുത്തും? ഇതാണ് ഈ സ്ത്രീയുടെ ചോദ്യം. എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. പക്ഷേ ഞാനൊരു വാക്കുപോലും പറഞ്ഞില്ല. ഒടുവിൽ മനസ്സില്ല മനസ്സോടെ ഈ അമ്മയുടെ മൂത്ത മകൻ ഈ അമ്മയെ കൊണ്ടുപോവുകയാണ്. കൃത്യം 6 ദിവസം കഴിഞ്ഞപ്പോൾ ഈ മൂത്ത മകൻ്റെ ഭാര്യ എന്നെ വിളിച്ചു: അച്ഛാ, വീട് വരെ ഒന്ന് വരണം. ഏതാണ്ട് ഇതേ സന്ധ്യാസമയമാണ്. ഞാൻ അപ്പോൾ തന്നെ ആ വീട്ടിലെത്തിയപ്പോഴാണ് മദ്യപിച്ചെത്തിയ മൂത്ത മകൻ കിടന്ന കിടപ്പിൽ കിടന്ന അമ്മയെ പൊക്കിയെടുത്ത് നിലത്തേക്കിട്ടു. ആരൊക്കെയോ ചേർന്ന് അമ്മയെ വീണ്ടും തിരികെ കട്ടിലിലാക്കി. ഞാൻ ചെല്ലുമ്പോൾ അമ്മ എന്നോട് പറഞ്ഞ ഒരു വാചകം ഇങ്ങനെയാണ്: അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് അതിലത്ര പുതുമയൊന്നും തോന്നിയില്ല. രണ്ടാമത്തെ ഒരു വാചകം പക്ഷെ എന്നെ വല്ലാതെ നൊമ്പരപ്പെടുത്തി. അത് മറ്റൊന്നുമല്ല, ആ അമ്മയുടെ വാചകം ഇങ്ങനെയാണ്: അച്ഛൻ എൻ്റെ മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. മക്കളുടെ നെറികെട്ട ജീവിതം നിമിത്തം ആറ്റുനോറ്റ് വളർത്തിയ ഒരമ്മ ഒരു വൈദികനോട് പറയുകയാ: അച്ഛൻ എൻ്റെ മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അമ്മ അവിടെ ഒരു തുള്ളി കണ്ണുനീരൊഴുക്കിയിട്ടുണ്ടെങ്കിൽ ഈ മക്കൾ ഏത് പാനപാത്രത്തിൽ കഴുകിയാൽ ഈ അമ്മയുടെ കണ്ണുനീരിൻ്റെ കണക്ക് തീരും. 32 ദിവസം കഴിഞ്ഞപ്പോൾ ഈ അമ്മയുടെ ഇളയ മകൻ്റെ ഭാര്യ വിദേശത്ത് നിന്ന് അവധിയെടുത്ത് നാട്ടിലെത്തി. ഈ അമ്മയെ ആശുപത്രിയിലെത്തിച്ചപ്പോഴാണ് അറിയുന്നത് അമ്മയുടെ കൈമുട്ടിന് 3 പൊട്ടലും നട്ടെല്ലിന് 1 പൊട്ടലും ഉണ്ടായിരുന്നു. സർജറി നടത്തി. കഴിഞ്ഞ 32 ദിവസം പ്രാണവേദന കൊണ്ട് ഈ അമ്മ ഭവനത്തിൽ കിടന്ന് പുളഞ്ഞിട്ടും ആശുപത്രിയുടെ വാതായനങ്ങളിൽ പോലും എത്തിക്കാൻ ശ്രമിക്കാത്ത ഈ മക്കൾ ഈ അമ്മയുടെ വേദനയുടെ കണ്ണുനീരിൻ്റെ കണക്ക് ഏത് പാനപാത്രത്തിൽ കഴുകിയാൽ തീരും സഹോദരങ്ങളെ? All the perfumes of Arabia that will not sweeten my little hand
എന്ന പ്രശസ്തനായ എഴുത്തുകാരൻ ഷേക്സ്പിയറിന്റെ മക്ബത്ത് എന്ന നാടകത്തിൽ ലേഡി മക്ബത്ത് പാപഭാരവും ചുമന്നുകൊണ്ട് പറയുന്ന ഒരു വാചകമുണ്ട്: ഈ അറേബ്യയിലെ മുഴുവൻ സുഗന്ധങ്ങളും എൻ്റെ കയ്യിൽ കൊണ്ട് കഴുകിയാലും എൻ്റെ ഈ ചെറു കയ്യിലെ പാപത്തിൻ്റെ രക്തക്കറ തീരുകയില്ല എന്ന ആ സ്ത്രീ പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശുശ്രൂഷയുടെ മനോഭാവത്തിൻ്റെ ജീവിതം നമ്മളിൽ നിന്ന് വഴിമാറുമ്പോൾ നാം തിരിച്ചറിയുക, പലപ്പോഴും ജീവിതത്തിൽ പാപഭാരങ്ങളിലേക്കാണ് വീഴുന്നത്. ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന് ഇവിടെ യേശു തമ്പുരാൻ ഈ കന്യകമാരോട് പറയാനിടയായ രണ്ടാമത്തെ സാഹചര്യം ഇത് തന്നെയാണ്. അവരെ ഏൽപ്പിച്ചൊരു ശുശ്രൂഷയുണ്ട്. ആ ശുശ്രൂഷയിൽ അവർ മതിമറന്നുപോയി. രാജകീയ പുരോഹിത വർഗമായി, വിശുദ്ധ വംശമായി, സ്വന്തം ജനമായി എന്നെയും നിങ്ങളെയും അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ സഹോദരങ്ങളെ, ഈ അഭിഷേകം ലഭിച്ച ശുശ്രൂഷയിലൂടെ ഞാനും നിങ്ങളും തമ്പുരാനെ ശുശ്രൂഷിക്കുവാൻ, നമ്മുടെ പ്രിയപ്പെട്ടവരെ ശുശ്രൂഷിക്കുവാൻ, ചുരുങ്ങിയത് നമ്മുടെ മാതാപിതാക്കളെയെങ്കിലും ശുശ്രൂഷിക്കുവാൻ നാം കടമപ്പെട്ടവരാണ്. അതുകൊണ്ട് ശുശ്രൂഷകളിൽ നിന്ന് നാം വ്യതിചലിച്ചു പോകരുത്. ഈ സന്ധിയിൽ ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിച്ച വേദഭാഗം ഇതാണ്. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 25-ാം അധ്യായം 11-12 വാക്യങ്ങൾ. അതിനുശേഷം മറ്റേ കന്യകമാരും വന്ന്, കർത്താവെ, ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു. അതിന് അവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് മറുപടി നൽകി. എന്ത് ഈ കന്യകമാരോട് ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് തമ്പുരാൻ പറയാനിടയായി? 2 വാക്കുകൾ മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ വയ്ക്കുവാൻ ആഗ്രഹിച്ചത്. 1, വിഘടനം, അത് നമുക്ക് വേണ്ട. 2, ശുശ്രൂഷ, അത് നമുക്ക് വേണം. ആനന്ദിൻ്റെ മരുഭൂമികൾ ഉണ്ടാകുന്നത് എങ്ങനെ എന്നൊരു നോവലുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, മരുഭൂമികൾ ഉണ്ടാകുന്നത് മണ്ണിൻ്റെ പരസ്പര ബന്ധവും ജലാംശവും നഷ്ടപ്പെടുമ്പോഴാണ് എന്ന്. ഇന്ന് നമ്മുടെയൊക്കെ ഭവനങ്ങൾ, നമ്മുടെയൊക്കെ മനസ്സുകൾ, നമ്മുടെയൊക്കെ ദേവാലയങ്ങൾ മരുഭൂമികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, മണ്ണിൻ്റെ പരസ്പര ബന്ധം നഷ്ടപ്പെട്ടു പോവുകയാണ്, ബന്ധങ്ങൾ അറ്റുപോവുകയാണ്, അഥവാ വിഘടനങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ്, ജലാംശങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയാണ്, ശുശ്രൂഷയുടെ നനവുകൾ ഇല്ലാതാവുകയാണ്. ഈ പരിശുദ്ധൻ്റെ പെരുന്നാൾ നാം ആഘോഷിക്കുമ്പോൾ ഈ സന്ധ്യയിലെ 2 വാക്ക് നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകണം. 1, വിഘടനം, അത് നമുക്ക് വേണ്ട. അതാണ് ഈ കന്യകമാരുടെ ജീവിതത്തിൻ്റെ പരാജയം. 2, ശുശ്രൂഷ, അത് നമുക്ക് വേണം. അത് ഈ കന്യകമാർക്ക് ലഭിച്ചില്ല. അങ്ങനെയെങ്കിൽ തമ്പുരാൻ നമ്മോട് ഒരിക്കലും പറയില്ല, ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന്. അതുകൊണ്ട് ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന ഒരു ശബ്ദം നമ്മുടെ ജീവിതങ്ങളിൽ തമ്പുരാനിൽ നിന്ന് നമുക്ക് കേൾക്കുവാൻ ഇടയാകാതിരിക്കട്ടെ. ഞാൻ നിന്നെ അറിയും, നീ അകത്തേക്ക് വരിക എന്നൊരു ശബ്ദം കേൾക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അഭിവന്യരായ പിതാക്കന്മാരോടുള്ള എല്ലാ ആദരവുകളും തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട്, എനിക്ക് അവസരം നൽകിയ ഈ പരിമല സെമിനാരിയുടെ എല്ലാ ചുമതലക്കാരായ വൈദിക ശ്രേഷ്ഠരോടുമുള്ള ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട്, എന്നെ കേട്ടിരുന്ന നിങ്ങൾ ഏവരോടുമുള്ള കടപ്പാട് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.